ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ച് നാടും വീടും എല്ലാം മറന്ന് അന്യദേശത്തേക്ക് സമ്പാദിക്കാൻ പോകുന്ന പ്രവാസികളായ നമ്മുടെ നാട്ടുകാരെക്കുറിച്ച് ഓർക്കേണ്ടത് നമ്മൾ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഗവൺമെന്റുകളുമാണ്. ഗവൺമെന്റിന്റെ കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളെങ്കിലും ആ പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ഈ ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ദമാമിൽ ഹസൻ യൂസഫ് ഗോൾഡ് വർക്ക്ഷോപ്പിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ട നവോദയ പ്രവർത്തകൻ മണ്ണാർക്കാട് സ്വദേശി വിനോദ് കുമാറിന്റെ കുടുംബസഹായ ഫണ്ട് നാട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് കൈമാറി. മോഹനൻ വെള്ളിനേഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ CPIM കുമരംപുത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കുമാരൻ വിനോദിന്റെ അച്ഛന് ഫണ്ട് കൈമാറി. ഇരുവൃക്കകളും തകരാറിലായി അത്യാസന്ന നിലയിലുള്ള ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ ദമാം സിഹാത്തിൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന അന്തിക്കാട് സ്വദേശി ഹരിദാസ് കാരുണ്യം തേടുന്നു. ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തി ജീവൻ നിലനിർത്തുന്ന ഭാര്യയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിവരുന്ന 15 ലക്ഷം രൂപ കണ്ടെത്തുവാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് ഈ നിർധന പ്രവാസി. വൃക്കദാനമായി കിട്ടിയാൽ തന്നെയും ശസ്ത്രക്രിയയ്ക്കും മറ്റും ചിലവുകൾക്കായി 7 ലക്ഷത്തോളം രൂപ വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനായി PC ചാക്കോ MP, ഗീത ഗോപി, PA മാധവൻ തുടങ്ങിയവർ രക്ഷാധികാരികളായി ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഭാര്യയുടെ ചികിത്സയ്ക്ക് സഹായിക്കാൻ താൽപര്യമുള്ളവർ കാഞ്ഞാണി സൌത്ത് മലബാർ ഗ്രാമീണ ബാങ്കിൽ 40320101004650 എന്ന അക്കൌണ്ട് നമ്പറിൽ പണം അയക്കാവുന്നതാണ്. വിലാസം ഭായി ഹരിദാസൻ, കാരണത്ത് വീട്, PO അന്തിക്കാട്, തൃശൂർ 680641. 11 വർഷമായി സൌദിയിലെ റിയാദിലുള്ള ചാത്തന്നൂർ സ്വദേശി വിജയന് ഇതുവരെ തിരികെ നാട്ടിലേക്ക് വരുവാൻ സാധിച്ചിട്ടില്ല. 2 വർഷം മുമ്പുള്ള പൊതുമാപ്പിലെങ്കിലും നാട്ടിലേക്ക് വരാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു വിജയൻ. എന്നാൽ വിജയൻ അതും സാധിച്ചില്ല. ഭാര്യ ബിന്ദുവും ഏകമകനായ അനന്തവുമാണ് വിജയന്റെ ജ്യേഷ്ഠ ഭാര്യയുമാണ് ഇന്ന് വിജയന്റെ തിരിച്ചുവരവിനായി പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. വിജയൻ എന്താണ് സംഭവിച്ചതെന്ന് ബിന്ദുവിനോട് നമുക്ക് ചോദിച്ചറിയാം. വിജയൻ എത്ര കാലമായി ഗൾഫിലായിട്ട്? ആകെ 10-21 വർഷമായി. 10-21 വർഷമായി. ബിന്ദുവിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? ഇത് ഈ 28 ആകുമ്പോ 17 വർഷമാവും. 17 വർഷമായി. ഈ 17 വർഷവും പുള്ളി ഗൾഫിൽ തന്നെയാണ്. വരൂ. കല്യാണം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോ വന്നു. മോന് പ്രഗ്നന്റ് ആയി തിരിച്ചുപോയി. പിന്നെ മോന് 3 വയസ്സുള്ളപ്പോ വന്നു. അങ്ങനെ മോന് 3 വയസ്സ് തികഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോ വന്നു. എന്നിട്ട് 6 മാസം നിന്ന് അന്ന് പോയത്. 2001 സെപ്റ്റംബറിൽ പോയതാ. 11 വർഷം തികഞ്ഞു. ഈ സെപ്റ്റംബറിൽ ആകെ നിന്നത് 6-8 മാസം. 11 മാസം ഒന്നിച്ച് ഈ 17 വർഷത്തിൽ വിജയൻ എന്താ പ്രശ്നം? ചോദിക്കുമ്പോഴോ പ്രശ്നമൊന്നുമില്ല. അടുത്ത മാസം വരും. 6 മാസം കഴിഞ്ഞ് വരും. ആളെങ്ങനെയുള്ള ആളാണ്? നല്ല വ്യക്തിയായിരുന്നു. നല്ല വ്യക്തിയാണ്. ഇപ്പോഴും പിന്നെ പലരും പറയും വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന്. ഇപ്പോഴും അവരെ തേടി തന്നെ ഇരിക്കുക. നല്ല വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യോ? ഒന്ന് വിളിക്കുന്നുണ്ടാ? ഇല്ല. 2 വർഷം മുമ്പ് വരെ വിളിച്ചിരുന്നു. നല്ല സ്നേഹമൊക്കെ ആയിരുന്നു. നിങ്ങളോട് ഭയങ്കര അടുപ്പൊക്കെ ആയിരുന്നു. അതായിരിക്കുമല്ലോ നിങ്ങൾ നല്ല വ്യക്തി എന്ന് പറയുന്നത്. പക്ഷെ എന്റെ കണ്ണിലയാൾ അത്ര നല്ല വ്യക്തിയായിട്ട് എനിക്ക് തോന്നില്ല. കാരണം എന്താ വെച്ചാൽ മദ്യപാനുണ്ടാ? ഇല്ല, മദ്യപിക്കില്ല. കല്യാണം കഴിച്ചെന്ന് ആരാ പറഞ്ഞേ? ആൾക്കാർ പറഞ്ഞു കൊടുക്കും കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന്. അവിടെ ആര് പറഞ്ഞത്? ആളുകൾ പറയുന്നത്. അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? ഇല്ല, കല്യാണം കഴിക്കത്തില്ല എന്ന് എനിക്ക് തന്നെ വിശ്വാസം. എന്തുകൊണ്ടാ വരാത്തത്? ജോലിയില്ലേ? തയ്യലായിരുന്നു ജോലി. ആദ്യം എന്നെ കല്യാണം കഴിക്കുമ്പോൾ പുള്ളി ഒരു റെഡിമെയ്ഡ് കമ്പനിയായിരുന്നു. അവിടുന്ന് വിട്ട് പിന്നെ ഈ ഫർദ തയ്ക്കുന്ന ഒരിടത്ത് പോയി. പിന്നെ സ്വന്തമായിട്ട് കടയിട്ടു. അത് അങ്ങ് നഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെയും കൂലിക്ക് തയ്ക്കുമായിരുന്നു. അങ്ങനെ മോന് ഒരു 7 വയസ്സ് വരെയൊക്കെ നല്ല രീതിയിൽ കാശൊക്കെ വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ എന്റെ സ്ഥലമായ അങ്ങ് വള്ളികുന്നത്തായിരുന്നു. അവിടുന്ന് ചാത്തന്നൂരോട്ട് മോൻ 1ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ ഇങ്ങനെ തിരിച്ചു വരുവാന്നും പറഞ്ഞ് നീ പോയി നമ്മൾക്കൊരു കുഞ്ഞു വീട് വാങ്ങിച്ച് 5 സെന്റ് ഒരു വീടും കടം വാങ്ങിയാ വാങ്ങിച്ചത്. അപ്പോഴേ അങ്ങോട്ട് വന്ന് മോനെ 1ാം ക്ലാസ്സിൽ ഇവിടെ ആക്ക്,
അപ്പോഴ് ഞാൻ അടുത്ത ഇടയ്ക്ക് തന്നെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ ആ ഇടയ്ക്ക് വരുമെന്ന് പറഞ്ഞ ആള് പിന്നെ 6 മാസം കഴിയുമ്പോൾ വരും, 3 മാസം കഴിഞ്ഞ് വരും. അപ്പൊ ഞാനങ്ങനെ ഒരുപാട് നിർബന്ധിക്കുകയും അതുപോലെ എനിക്ക് മാനസികമായുള്ള എന്തോന്നുകളൊക്കെ ആയപ്പോഴും ക്ഷമയ്ക്ക് 6 മാസം കഴിയുമ്പോൾ വരും. അങ്ങനെ ഫോൺ ചെയ്യും. 6 മാസം വരെ വിളിക്കും കണ്ടിന്യൂസ് ആയിട്ട്. 6 മാസം വരെ വിളിച്ചു കഴിഞ്ഞിട്ട് കുറെ നാളത്തേക്ക് പിന്നെ ഫോൺ അങ്ങ് ഓഫ് ആവും. അപ്പൊ ആലോചിക്കണം വരില്ല ആണെന്ന്. അപ്പൊ പിന്നെ ഒരു 3-4 മാസത്തേക്ക് വിളിക്കത്തൂല്ല, പൈസയും കാണത്തില്ല. പിന്നെ ഒരു 10,000 രൂപയായിരിക്കും ആള് വിളിക്കും. അപ്പോഴ് ഇപ്പം 11 വർഷം തികഞ്ഞ ഒന്നും വിളിക്കാതായിട്ട് 2 വർഷം ഈ സെപ്റ്റംബർ 15 ആയപ്പോ തികഞ്ഞു. ആരെങ്കിലും കാണാറുണ്ട് എത്രയാള്? അത് ലാസ്റ്റ് എനിക്ക് ആരുമായിട്ടും കോണ്ടാക്ടിങ് ഇല്ല. റൂം വിട്ടാ പിന്നെ കടയിൽ പോയി ജോലി ചെയ്യും, തിരിച്ച് റൂമിൽ വരും. അപ്പോഴേ ചാടി ഇങ്ങനെ അറബിയായിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോഴ് വഴക്കൊക്കെ വെച്ചു. അവിടുന്ന് ഒരു 4 കൊല്ലത്തിന് മുമ്പ് ബത്തേൽ വന്നു എന്ന് പറഞ്ഞു. മറ്റേ റിയാദിലെ ഷിഫയിലായിരുന്നു ജോലി. അവിടുന്ന് ബത്തേൽ വന്നെന്ന് പറഞ്ഞു. അത് കൊണ്ടുവിട്ടത് ഇവിടെ ആലംകോടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ എനിക്ക് നമ്പർ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വരുമ്പോ കൊണ്ടുവരാൻ, കുട്ടി വിഷമിക്കണ്ട, ഞാൻ കൊണ്ടുവരും, അവന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു നിങ്ങളെങ്കിലും പറ എന്തുകൊണ്ട് ഇദ്ദേഹം വരുന്നില്ല എന്ന് പറയാൻ പറഞ്ഞു. ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, അവൻ ഉടനെ നാട്ടിൽ വരും, ഞങ്ങൾ രണ്ടുപേരും കൂടെ വരുമെന്ന്. അദ്ദേഹവും കാത്തിരുന്ന് അദ്ദേഹത്തിന് ലാസ്റ്റ് നാട്ടിൽ വരേണ്ടി വന്നു. അദ്ദേഹം ഇനി വന്നു. എന്നിട്ട് ഈ പിള്ള അന്നേരം മോനൊരു കളിക്കാൻ ഏതാണ്ടൊക്കെ ആയിട്ട് കൊടുത്തു വിട്ടു. അപ്പൊ എന്നോട് പറഞ്ഞു വിഷമിക്കണ്ട, ഈ 2010 പൊതുമാപ്പ് ഉടനെ തുടങ്ങുക. അപ്പോഴും ആ പൊതുമാപ്പിൽ ഞാനങ്ങ് വരും, എനിക്ക് സാധാരണക്കാരെ പോലെ വരാം. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു, അന്നേരം ഞാൻ തമാശ ചോദിച്ചു, അപ്പം മാഷെന്താ ഈ ജയിലിൽ കിടക്കുന്ന പേടിച്ചാണോ ഇതുവരെ പിടിയൊന്നും കൊടുക്കാത്തതെന്ന്. അന്നേരം ചിരിച്ചു. ഞാൻ നാട്ടിൽ വന്നിരുന്ന് എല്ലാ കാര്യങ്ങളും പറയാം, അല്ലാതെ ഇങ്ങോട്ട് പ്രത്യേകിച്ചൊന്നും പറയത്തില്ല, ഇതേ പറയത്തുള്ളൂ. ഞാൻ നാട്ടിൽ വന്ന് പറയാം. വിളിക്കാതിരിക്കും 3 മാസം അല്ലെ 6 മാസം, പിന്നെ വിളിക്കും. 6 മാസം വരെയൊക്കെ കാശ് അയക്കാതൊക്കെ ഇരിക്കും, പിന്നെ പൈസ അയക്കും, വിളിക്കും, പിന്നെ അതൊരു 3 മാസം തുടരും. ഇങ്ങനെയാണ് ഈ 9 വർഷം. ഇപ്പൊ 2 വർഷമായി ഒരു വിവരവും ഇല്ല. ഒരാഴ്ച വരെ ഫോണിൽ ബെല്ലുണ്ടായിരുന്നു, പിന്നെ 1 വർഷം വരെ ആ ഫോൺ ബെല്ലില്ല. 1 വർഷം കഴിഞ്ഞപ്പോ ബെല്ലടിച്ചപ്പോ ഒരു അറബി സ്ത്രീയാ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് അറബി അറിയില്ല. അങ്ങനെ ചേട്ടൻ ഇദ്ദേഹത്തിന്റെ നേരെ മൂത്ത ആള് മസ്കറ്റിരിക്കുന്നു. അദ്ദേഹം അവിടെ ഇന്നോട്ട് ഡ്രൈവ് ചെയ്തപ്പം ഒരു സ്ത്രീ സംസാരിച്ച് അത് അവരുടെ നമ്പറാന്ന് പറഞ്ഞു. ഞാൻ ചേട്ടൻ പറഞ്ഞു ഇതെല്ലാം എന്റെ അനീജന്റെ നമ്പർ ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴ് പറഞ്ഞില്ല ഇതെന്റെ. പിന്നെ അവരും അതങ്ങ് ഓഫ് ചെയ്ത്. പിന്നെ അതിനകത്ത് പിന്നെ ഇപ്പോഴും വീണ്ടും കോണ്ടാക്ട് ഒന്നുമില്ല. ഞാൻ ശ്രമിച്ചില്ല, പിന്നെ കുറെ നാള് ശ്രമിച്ചു. അപ്പോഴും പിന്നെ ബെല്ലില്ലാഞ്ഞോണ്ട് പിന്നെ ശ്രമിച്ചിട്ടില്ല. 2 വർഷത്തിന് മുമ്പ് പിടികൊടുക്കാൻ പോവാന്ന് പറഞ്ഞ് വിളിച്ചതാ. പിന്നെ ഇന്ന് വരെ വിളിച്ചിട്ടില്ല. 1,30,000 രൂപ ബാങ്കില് ഇടപാടുണ്ടായിരുന്നു, യുദ്ധതയായി വസ്തുവിന്റെ. അത് അന്നേരം എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടത്തി അത് സഹായിച്ച് എടുത്തു കൊടുക്ക്, പ്രമാണം തിരിച്ചു കൊടുക്ക്, ഞാൻ മാസാമാസം പലിശ അയച്ചു തരാം, 5-6 മാസം കഴിയുമ്പം നമുക്ക് പൈസ ഇടപാട് തീർക്കാമെന്ന് പറഞ്ഞു. അന്ന് ആ പൈസ നമ്മൾ എടുത്ത് ഇടപാടും തീർത്ത് എല്ലാം ചെയ്തു. നമുക്ക് ഒന്നും കിട്ടിയില്ലേലും വേണ്ടിയില്ല, നാട്ടിയെത്തിയാൽ. അത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു, ഈ 5 സെന്റ് വിറ്റ് നമ്മുടെ കടം തീർക്കാം. ഒരുപാട് 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കടമുണ്ട്. 3 വയസ്സിൽ കണ്ടിട്ട് പോയതായി കുഞ്ഞിനെ. അദ്ദേഹം അതായിരിക്കും. എന്റെ കുടുംബത്തിൽ നിന്നോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നോ ഞങ്ങളെ സഹായിക്കാനോ നോക്കാനോ ആരുമില്ല. ഇന്ന് ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നെന്ന് പോലും തിരക്കാൻ ആരുമില്ല. അത് അദ്ദേഹത്തിന് നല്ലതായിട്ട് അറിയാം. എന്നിട്ട് എന്താ ഈ ചതി എന്നോട് ചെയ്തതെന്ന് എനിക്കും അറിയില്ല. ഇല്ല, ഇപ്പൊ 1.5 ഇതറിഞ്ഞ് ഞങ്ങളുടെ കുടുംബ വീടിന്റെ അടുത്ത് 2 ചേട്ടന്മാർ ഹോട്ടൽ നടത്തിയിരുന്നു. അവിടെ ക്യാഷിയറെല്ലായിട്ട് പോയിരുന്നു. അവരിപ്പം നഷ്ടം കാരണം നിർത്തി. ഇപ്പൊ 3 മാസമായ അതുമില്ല. പിന്നെ പല കടകളിലൊക്കെ ഇങ്ങനെ തിരക്കുന്നുണ്ട്, ഒന്നും ശരിയായില്ല. എന്റെ സമയം മോന്റെ സ്കൂളിൽ പോകും, അവന്റെ വരവൊക്കെ ആയിട്ട് ഒരു വല്ലാത്ത സ്ഥലത്താണ് കൊണ്ടുവന്ന് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോഴ് തിരിച്ച് അദ്ദേഹം വരണമെന്ന് തന്നെ എന്റെ എന്തോ കാര്യം, വേറൊന്നും വേണ്ട. ഞാൻ പറഞ്ഞ ഉടുതുണി മതി എങ്ങനെങ്കിലും. അതുപോലെ നാട്ടിൽ അവിടെ എന്തെങ്കിലും സഹായം ചെയ്യാൻ എന്റെ നാട്ടിൽ ഒരുപാട് ആളുകൾ സൗദി റിയാദിലുണ്ട്. അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ അവർക്ക് ഫോട്ടോയും എല്ലാം കൊടുത്തു. ഈ മനുഷ്യൻ ആദ്യമൊക്കെ ഈ ഫോൺ കിട്ടുന്ന സമയത്ത് വിളിച്ചാൽ അവർ ആദ്യം വിളിച്ച് സംസാരിച്ചതിന് ശേഷം പിന്നെ അവരുമായിട്ട് പിന്നെ ഫോൺ എടുക്കത്തില്ല. അങ്ങനെ എന്നെ ഒരു പ്രാവശ്യം ദേഷിച്ചു. ഇനി നീ എന്നെ കുറിച്ച് ആരോടെങ്കിലും തിരക്കുകയോ പറയുകയോ ചെയ്താ നീ എന്നെ കാണില്ല. നാട്ടിലുള്ളവർ സഹായിക്കാൻ നല്ല മനസ്സാ. എന്റെ നാട്ടിൽ അവരൊന്ന് കണ്ടു കിട്ടിയാ മതി, അവര് കയറ്റി കൊണ്ടുവന്നേനെയായിരുന്നു. പ്രവാസലോകം പ്രേക്ഷകരോടും പ്രവാസലോകം പ്രവർത്തകരോടും വിജയന്റെ കഥ നിങ്ങൾ കേട്ട് കഴിയും. വിജയൻ 2 വർഷമായിട്ട് ഒരു ബന്ധവുമില്ല കുടുംബത്തിന്. എന്താ വിജയ അതൊക്കെ? ഒരു മര്യാദ ഇല്ലാത്ത വർത്തമാനാണ് ഇവർ നിങ്ങളെ പറ്റി പറയുന്നത്.
നിങ്ങളെ പറ്റി നല്ല അഭിപ്രായമൊക്കെയാണ് ഭാര്യയ്ക്ക്. അങ്ങനെ സ്നേഹമുള്ള ആളാണ്, കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയണു. എന്തായാലും നിങ്ങൾ 2 വർഷമായിട്ട് നിങ്ങൾ ഒരു പ്രത്യേക ടൈപ്പ് ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. 5-6 മാസം കഴിഞ്ഞാൽ വിളിക്കും, പിന്നെ കുറച്ചു കാലത്ത് ഒരു 6 മാസത്തിന് 10,000 റുപ്യ അയക്കും, കുറച്ചു കാലം ലോഹ്യം പറയും, പിന്നെ വിച്ഛേദിക്കും. എന്തോ ചിറ്റിക്കളിയുള്ള ഒരാളെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ 2 വർഷമായിട്ട് യാതൊന്നുമില്ല. ഈ 10-17 കൊല്ലത്തെ ഒരു വിവാഹ ജീവിതത്തിലിടയ്ക്ക് നിങ്ങൾ കൊടുത്തത് എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്കും കിട്ടിയില്ല, അത് ശരിയാ. നിങ്ങൾക്കും അങ്ങനെ ഒരു ജീവിതം കിട്ടിയില്ല, അതൊക്കെ ശരിയാ. പക്ഷേ നിങ്ങളെ പോലെ ഒരു ജോലി അറിയുന്ന ഒരാൾ, വിജയൻ ജോലി അറിയാത്ത ഒരാളല്ലോ. ഇവിടെയും നല്ല കാശ് കിട്ടുന്നതാണ്. ഇവിടെ ഒരു 500 രൂപ ഇട്ടാൽ ഒരു പണിയില്ല വിജയൻ. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു ലൈഫ് അവിടെ നയിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടിയിട്ടാണ് വിജയൻ ഇത്തരത്തിലുള്ള വളരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്? മകൻ വലുതായി വരുന്നു, ചെറുപ്പക്കാരിയായ ഭാര്യ, ചെറുപ്പക്കാരനായ നിങ്ങൾ, ഇവര് കിടന്നിട്ട് കഷ്ടപ്പെടുന്നു, കടത്തിൽ മുങ്ങുന്നു, ജീവിതം വഴിമുട്ടിപ്പോകുന്നു. ആർക്ക് വേണ്ടി? നിങ്ങൾക്കെന്തായാലും ലാഭമുള്ളത്? നിങ്ങൾക്കെന്താ ഒരു സുഖമുള്ളത്? വിജയനെ പരിചയമുള്ളവർ വിജയൻ എന്നോട് പറഞ്ഞിട്ട് നാട്ടിലേക്കാം. വിജയൻ തന്നെ വരിക നല്ലത്. എന്തിനാ ആളുകൾ പറയുന്നത്? സ്വയം ആലോചിച്ചുകൂടെ? തിരിച്ചു വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സഹായം തേടുക. അവിടെ ഞങ്ങളുടെ പ്രവാസി ഒട്ടേറെ ഞങ്ങളുടെ ആളുകളുണ്ട്. റിയാദിൽ കാസർഗാരക്കുന്നിനെ പോലുള്ള ആളുകളുണ്ട്. ഒട്ടേറെ പ്രവർത്തകർ ബത്തേൽ തന്നെയുണ്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ നിങ്ങൾ വാ. ആഗ്രഹം പ്രകടിപ്പിക്കുകയല്ല, ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങൾ വരിക. നല്ല സ്ത്രീയാണ് നിങ്ങളുടെ ഭാര്യ എന്ന് എനിക്ക് തോന്നിയത്. വളരെ നല്ല സ്ത്രീയാണ്. നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് അവരുടെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാവുന്നു. ചേച്ചി വന്നിട്ട് പറയുന്നത് തന്നെ. ഈ മകനോട് എന്താ? മകൻ എന്തെങ്കിലും പറയാണ്ടോ? എനിക്ക് ഒന്ന് കണ്ടാ മാത്രം മതി. അപ്പോ വിജയനെ കാണാനിരിക്കുന്ന മകൻ ഒന്ന് വാ വിജയ. സങ്കടം വരുന്നില്ല നിങ്ങൾക്ക്? എല്ലാവരും കാത്തിരിക്കുന്ന വിജയന് വേണ്ടിയിട്ട് പ്ലീസ് യു കം. മകൻ, ഭാര്യ, സുഹൃത്തുക്കൾ എല്ലാവരും. ജോലിയുള്ള ആളാണ്, ജോലി ചെയ്യാൻ കഴിയുന്ന ആളാണ്, നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ആളാണ്. അതുകൊണ്ട് വിജയനെ പ്രതീക്ഷിച്ചുകൊണ്ട് വിജയൻ തീർച്ചയായിട്ടും നാട്ടിലേക്ക് വരും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ കുടുംബത്തെ അയക്കാം.